أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار ومعين. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. وإن هذه أمتكم أمة واحدة وأنا ربكم فاتقون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1116 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 50 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار ومعين. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. وإن هذه أمتكم أمة واحدة وأنا ربكم فاتقون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 50 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് മൂസ അലൈഹിസ്സലാമിന് അല്ലാഹു വേദഗ്രന്ഥം നൽകിയത് പരാമർശിക്കപ്പെടുകയുണ്ടായി. ബനൂ ഇസ്രായേൽ സമൂഹം മാർഗദർശനം നേടുന്നതിന് വേണ്ടി അല്ലാഹു മൂസ അലൈഹിസ്സലാമിന് അദ്ദേഹം അനുയായികളെയും കൊണ്ട് ബനൂ ഇസ്രായേൽ സമൂഹത്തെയും കൂട്ടി ചെങ്കടൽ കടന്ന് ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ വാഗ്ദത്ത ഇടത്തിലേക്കായിട്ട് അവരുടെ നാട്ടിലേക്കായിട്ട് തിരിച്ചു പോകുന്ന ആ പ്രക്രിയക്കിടയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമിനെ തൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് വന്നു ചേരാൻ വേണ്ടി ക്ഷണിക്കുന്നതും ദൈവിക മാർഗദർശനങ്ങൾ അടങ്ങിയ തൗറാത്ത് നൽകുന്നതും ഒക്കെ തന്നെ. ഈ സൂറത്തിന്റെ നമ്മൾ പിന്നിട്ട ഭാഗത്ത് വളരെയേറെ പ്രവാചകന്മാരെ പരാമർശിക്കുകയുണ്ടായി. അവരെല്ലാവരും തന്നെ നിലക്കൊണ്ടിരുന്നതും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതും ഒക്കെ ഒരേ സന്ദേശമായിരുന്നു എന്നതും ഒരേ ആദർശമാണ് അവര് പിന്തുടർന്നിരുന്നത് എന്നതും അല്ലാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്ന ആ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തെ തിരസ്കരിക്കുന്ന ഏതു വിധത്തിലാണോ വളരെ ചിന്താശൂന്യമായ രീതിയിൽ അവരതിനെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടല്ലോ.
സമാനമായ രീതിയിൽ തന്നെയായിരുന്നു പൂർവിക സമൂഹങ്ങളൊക്കെയും തന്നെ പ്രതികരിക്കുകയുണ്ടായിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹവും അതിൽ നിന്ന് പറയത്തക്ക നിലക്കൊന്നും വ്യത്യസ്തമായിരുന്നില്ല. അവരകപ്പെട്ടിരുന്ന വളരെ വലിയ പ്രതിസന്ധിയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവരെ ചെങ്കടൽ കടത്തി കൊണ്ടുപോയി സിനായ് മരുഭൂമിയിൽ അവര് തങ്ങിയ ഘട്ടത്തിലാണ് അല്ലാഹു അവർക്ക് മാർഗദർശകമായി വേദഗ്രന്ഥം തൗറാത്ത് നൽകുന്നത്. അതിനെ തുടർന്നാണ് അല്ലാഹു നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകള് അതില് മറിയം റളിയല്ലാഹു അൻഹയെയും ഈസ അലൈഹി ഇസ്ലാമിനെയും പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത്. വജഅൽന ബിന മറിയമ വ ഉമ്മഹു ആയതൻ. അല്ലാഹുവിടെ പറയുന്നത് മറിയമിന്റെ പുത്രൻ ഈസ അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും നാം ഒരു ദൃഷ്ടാന്തമാക്കുകയുണ്ടായി എന്നാണ്. ചരിത്രത്തിൽ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളുടെ പേരിലാണ് ഈ രണ്ട് വ്യക്തികൾ ശ്രദ്ധേയരാവുന്നത്. ഒന്ന്, മറിയം റളിയല്ലാഹു അൻഹ കന്യകയായിരിക്കെ തന്നെ വിവാഹിതയാകാതെ ഗർഭിണിയായി എന്നതാണ് അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. മറ്റൊന്ന്, പിതൃ രഹിതനായ വിധത്തിൽ ഒരു വാപ്പയില്ലാതെ തന്നെ ഈസ അലൈഹി ഇസ്ലാമിൻ ജനിച്ചു എന്നതാണ്, അദ്ദേഹം പിറവിയെടുത്തു എന്നതാണ് മറ്റൊരു കാര്യം. ഇത് രണ്ടും പരസ്പര ബന്ധമുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സംഭവം അള്ളാഹു ഒരു അതിമഹത്തരമായ ദൈവിക ദൃഷ്ടാന്തമായിട്ടാണ്, അള്ളാഹുവിന്റെ ഖുദ്റത്ത് വെളിപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇത് രണ്ട് ആയത്തുകളായിട്ടല്ല, അള്ളാഹുവിന്റെ അതിമഹത്തരമായ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. വജഅൽന ബിന മറിയമ വ ഉമ്മഹു ആയതൻ. ഇബ്നു മറിയമിനെ, മറിയമിന്റെ പുത്രനെ, വിശുദ്ധ ഖുർആനില് ഇങ്ങനെ ഒരു പാരന്റ്സിനോട് ചേർത്ത് പരാമർശിക്കപ്പെടുന്ന ഒരേ ഒരു പ്രവാചകനാണ് ഈസ അലൈഹി ഇസ്ലാം. ഈസ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് അവരുടെ ഈസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായോട് ചേർത്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഖുർആൻ പലയിടങ്ങളിലും പരാമർശിക്കുന്നത്. അതിന്റെ പശ്ചാത്തലവും അതിന്റെ കാരണവും ഒക്കെ വ്യക്തമാണ്. ബനൂ ഇസ്രായേൽ സമൂഹം മറിയം റളിയല്ലാഹു അൻഹയുടെ പേരിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. അവര് അവിഹിത ഗർഭം ധരിക്കുകയാണ് ഉണ്ടായത്, അബദ്ധസഞ്ചാരമാണ് എന്നതാണ് ഒരു ആക്ഷേപമായിട്ട് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. പിൽക്കാലത്ത് മറിയം റളിയല്ലാഹു അൻഹ വിവാഹിതയായിരുന്നു, ജോസഫ് എന്നൊരാള് അവരെ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിധത്തിലുള്ള വേറെ ഒരു വിവരണവും ഈ ഒരു പശ്ചാത്തലത്തിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ബനൂ ഇസ്രായേൽ സമൂഹം മറിയം വല്ലാതെ പിഴച്ചുപോയ ഒരു പെണ്ണാണ് എന്നുള്ള നിലക്ക് അവര് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അവരോട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അവരെ പ്രയാസപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഖുർആന്റെ സൂചനകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പിന്നിട്ട പഠിച്ച് പൂർത്തിയാക്കിയ സൂറത്തുകളായ സൂറത്ത് ആല ഇമ്രാനിലും അതുപോലെ സൂറത്ത് മറിയമിലും ഒക്കെ ഇതിന്റെ പരാമർശങ്ങൾ പലയിടത്തായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ സൂറത്ത് നിസായില് ചില സൂചനകൾ കാണാം, സൂറത്തുൽ അംബിയായില് ചില സൂചനകൾ കാണാം. അപ്പൊ ഈ സൂറത്തുകളിലൊക്കെ ഈ വിഷയം
നേരത്തെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളെ, ഈ പ്രവാചകന്മാരുടെ ദൗത്യം, വ്യത്യസ്ത പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ അവർ നിർവഹിച്ച ദൗത്യത്തെ പരാമർശിച്ചുകൊണ്ട് അവയെ ഒന്നിനു പുറകെ ഒന്നായിട്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പൊതുവായ ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോ നമ്മൾ അതിലേക്ക് തൊട്ടടുത്ത ആയത്തില്, നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തിൽ തന്നെ ആ വിഷയം വരുന്നുണ്ട്. അപ്പോ വജഅൽന ഇബ്ന മറിയമ വ ഉമ്മഹു ആയതൻ, ഇബ്നു മറിയമിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും നാം ഒരു ദൃഷ്ടാന്തമാക്കുകയുണ്ടായി. ശ്രദ്ധേയമായ ദൈവികമായ ഒരു ഖുദ്റത്ത് വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തമാക്കുകയുണ്ടായി എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വആവൈനാഹുമ ഇലാ റബൂവത്തിൻ ദാത്തി ഖറാറിൻ വമഈൻ. മറിയം റളിയല്ലാഹു അൻഹായുടെ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ ശൈശവകാലത്തെ ചില ജീവിത സാഹചര്യങ്ങളിലേക്ക് വെളിച്ചം ചൂണ്ടുന്ന വാക്കുകളാണിത്. വആവൈനാഹുമ, അവരെ ഇരുവരെയും നാം വസിപ്പിക്കുകയുണ്ടായി, താമസിപ്പിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അവർക്ക് തങ്ങുവാനുള്ള ഒരു സൗകര്യം നാം ചെയ്തു കൊടുത്തു. ആവാന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക, വസിപ്പിക്കുക, താമസിപ്പിക്കുക, ഒരിടം നൽകുക എന്നൊക്കെയുള്ള സൂചനകള് ലഭിക്കുന്ന ഒരു പദമാണ്. അവൈനാഹുമ, അവർക്ക് നാം സൗകര്യം ഒരുക്കി കൊടുത്തു, അവർക്ക് താമസിക്കാനുള്ള ഇടം ഒരുക്കി കൊടുത്തു. ഇലാ റബൂവത്തിൻ, ഒരു റബൂവത്തിലാണ്. റബൂവ എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന പ്രദേശമാണ്. പീഠഭൂമി എന്നൊക്കെ പറയുന്ന, മലയാളത്തിൽ എങ്ങനെ നമ്മൾ പറയാറുണ്ട്. അറേബ്യയില്, സൗദി അറേബ്യയില് റിയാദിനടുത്തുള്ള ചില സ്ഥലങ്ങളൊക്കെ തന്നെ അങ്ങനെ റബൂവയും ഉണ്ട്, റവാബിയും ഒക്കെ ഉണ്ട്. റബൂവയുടെ ബഹുവചനാണ് റവാബി. പീഠഭൂമി എന്നാണ്, അല്ലെങ്കിൽ ഉയർന്ന പ്രദേശം എന്നാണ് എൻ്റെ അർത്ഥം റബൂവ എന്ന് പറഞ്ഞത്. അത് അതേപോലെ പ്രയോഗത്തിലുള്ള ഒരു പദമാണ് ബത്ഹ എന്ന് പറയുന്നത്. റിയാദിന്റെ ഒരു പ്രദേശം, അങ്ങനെ ബത്ഹ എന്നറിയപ്പെടുന്ന, മലയാളികൾ ഒരുപാട് സംഗമിക്കാറുള്ള ഒരു സ്ഥലം, ഒരു താഴ്ന്ന പ്രദേശത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണിത് ബത്ഹ. അതിന് വിപരീതമായിട്ട് ഉയർന്ന സ്ഥലം, ഉയർന്നു നിൽക്കുന്ന ഒരു പീഠഭൂമി പോലെയുള്ള ഒരു പ്രദേശത്തിനാണ് റബുവ എന്ന് പറയാറുള്ളത്. അതിന്റെ ബഹുവചനം റവാബി എന്നും ഉപയോഗത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്ഥലപ്പേരായിട്ട് തന്നെ അത് പ്രയോഗത്തിലുണ്ട്. അപ്പോ മറിയം റളിയല്ലാഹു അൻഹയെയും അവരുടെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെയും നാം വസിപ്പിക്കുകയുണ്ടായി ഒരു ഉയർന്ന പ്രദേശത്ത്. ദാത്തി ഖറാറിൻ വമഈൻ, പ്രശാന്തതയുള്ള, അതുപോലെ ഉറവുകൾ ഒഴുകുന്ന, വളരെ ശാന്തസുന്ദരമായ ഉയർന്ന ഒരിടത്താണ് അവർക്ക് നാം അധിവസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തത്. ഏതാണ് മറിയം റളിയല്ലാഹു അൻഹയെയും ഈസാ അലൈഹി ഇസ്ലാമിനെയും വസിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഇങ്ങനെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ഇടം എന്നത്? വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ഇത് സംബന്ധമായിട്ട് നിലനിൽക്കുന്നത്. ഈ പരാമർശം സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ് ആണ് ഈ പ്രദേശം എന്ന നിലക്ക് ചിലര് വിശദീകരിക്കുന്നുണ്ട്. വേറെ ചിലര് ഫലസ്തീൻ ഭൂപ്രദേശത്തുള്ള റാമല്ല അല്ലെങ്കിൽ അർറംല എന്ന അറബിയിൽ പറയുന്ന പ്രദേശമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വേറെ ചിലര് ബൈത്തുൽ മഖ്ദിസ് നിലനിൽക്കുന്ന ആ ഇടം തന്നെയാണ്, ജെറുസലം തന്നെയാണ് എന്ന നിലക്ക് അഭിപ്രായം പറയുന്നുണ്ട്. അതുപോലെ വേറൊരു അഭിപ്രായം ഈജിപ്റ്റാണ്, മിസ്റാണ്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സ്രോതസ്സുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്, മറിയം റളിയല്ലാഹു അൻഹാക്ക് ഈസാ അലൈഹി ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ശൈശവത്തില് 2 തവണ നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്നാമത്തേത്
ഈജിപ്തിലേക്കായിരുന്നു. അത് ഒരു ഹെറഡസ് രാജാവിന്റെ കാലത്തായിരുന്നു അത്. അദ്ദേഹം മരിക്കുന്നത് വരെ അവർ ഈജിപ്തിൽ തന്നെയാണ് തങ്ങിയത് എന്നാണ് ആ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊന്ന് നസറത്തിലാണ്. രണ്ടാമത്തെ നസറത്തിലെ ഗലീലി പ്രദേശത്തേക്കാണ് അവര് പലായനം ചെയ്യുകയുണ്ടായത് എന്നതാണ് രണ്ടാമത്തെ സംഭവം സൂചിപ്പിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ട് അള്ളാഹു ഇവർക്ക് സജ്ജമാക്കി കൊടുത്ത വാസസ്ഥലം ഏതാണ് എന്ന കാര്യത്തിൽ ഒരു പൊതു അഭിപ്രായം, യുനാനിമസ് ആയിട്ടുള്ള ഒരു അഭിപ്രായം ഉള്ളതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അള്ളാഹു അവർക്ക് സമുന്നതമായ, പ്രശാന്ത സുന്ദരമായ, പ്രകൃതി രമണീയമായ അരുവികളും അതുപോലെ തോട്ടങ്ങളും ഉദ്യാനങ്ങളും ഒക്കെയുള്ള വിധത്തിലുള്ള ഒരിടം വസിക്കാനായിട്ട്, ശാന്തി സമാധാനത്തോടു കൂടി കഴിഞ്ഞുകൂടാനായിട്ട് ഒരുക്കി കൊടുത്തു എന്ന് ഈ ആയത്തിന്റെ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യാ അയ്യുഹർ റുസുലു, ഇത്രയും പറഞ്ഞതിനെ തുടർന്ന് അള്ളാഹു പ്രവാചകന്മാരെ പൊതുവായി വിളിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. യാ അയ്യുഹർ റുസുലു, ദൂതന്മാരെ, ദൈവദൂതന്മാരെ എന്ന് വിളിച്ചുകൊണ്ട്. കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലതിൽ നിന്ന് ഭക്ഷിക്കുക, നല്ല വിഭവങ്ങൾ ഭക്ഷിക്കുക. വഅമലു സ്വാലിഹ, നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക. വളരെ വലിയ അർത്ഥസൂചനകൾ അടങ്ങിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകന്മാരെ പൊതുവായിട്ടാണ് അള്ളാഹുവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഈ സൂറത്തിന്റെ തുടക്കം മുതൽ നമ്മൾ എത്തി നിൽക്കുന്നത് വരെയായിട്ട് ധാരാളം പ്രവാചകന്മാരെ ഒന്നിനു പുറകെ ഒന്നായി വളരെ സംക്ഷിപ്തമായ ചരിത്ര വിവരണത്തിന്റെ ഭാഗമായിട്ട് പരാമർശിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെ എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു അവർക്കൊക്കെയും നൽകിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു നിർദ്ദേശമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് അള്ളാഹു പ്രവാചകന്മാരെ പൊതുവായിട്ട് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോ ഇവരെല്ലാവരെയും അണിനിരത്തിയിട്ട് ഒരുമിച്ച് അവരോട് സംസാരിച്ചു എന്ന് നമുക്ക് സങ്കല്പിക്കാൻ യാതൊരു ന്യായവുമില്ല. എല്ലാ പ്രവാചകന്മാരോടും അവരുടെ അതാത് ഘട്ടങ്ങളിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഈ പൊതുവായ കാര്യം എന്ന വിധത്തിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ശൈലിയിലാണ് ഇവിടെ ഈ ആയത്തിലെ വാക്കുകൾ വരുന്നത്. യാ അയ്യുഹർ റുസുലു, ഇവിടെ അള്ളാഹു പറഞ്ഞു എന്നോ അള്ളാഹു ഏതെങ്കിലും പ്രത്യേക ഘട്ടത്തിൽ പറഞ്ഞു എന്നോ അവരോട് എല്ലാവരോടും ഒരുമിച്ച് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നോ ഒന്നുമില്ല. മറിച്ച് അള്ളാഹു അവരോട് പറഞ്ഞ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. യാ അയ്യുഹർ റുസുലു, ദൂതന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്തി, നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക. വഅമലു സ്വാലിഹ, നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക. നല്ലത് ഭക്ഷിക്കുക എന്നത് നമ്മൾ പലപ്പോഴും പിന്നിട്ട സൂറത്തുകളിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ഹലാലുമായിരിക്കണം, ത്വയ്യിബുമായിരിക്കണം. നമുക്ക് രുചി കൊണ്ടും അതിന്റെ രൂപഘടന കൊണ്ടും അതിന്റെ വാസനയും അതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ തീർച്ചയായിട്ടും നല്ലതായിരിക്കണം ഭക്ഷണം. അതേപോലെ തന്നെ അത് അനുവദനീയമായതും ആവണം. നല്ല രുചികരമായതാണ്, വളരെ ആകർഷകമായതാണ്, പക്ഷേ ഹറാമാണ് എങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഹലാലാണ്, പക്ഷേ ഒട്ടും രുചികരമല്ല, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നതല്ല, ആരോഗ്യദായകമല്ല. അത് ഹറാമായി വിലക്കുള്ളതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള സംഗതികളും ഭക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കുലൂ മിനത് ത്വയ്യിബാത്ത് എന്നതില് രണ്ടും അടങ്ങുന്നുണ്ട് എന്നാണ് നമുക്ക് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് സമാനമായ കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നല്ലത് ഭക്ഷിക്കുക എന്നത് അതില്
തീർച്ചയായിട്ടും അനുവദനീയമായത് എന്ന വളരെ ശക്തമായൊരു സൂചന അടങ്ങിയിട്ടുണ്ട്. നല്ലത് ഭക്ഷിക്കുന്നവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു പൊതു തത്വം നമ്മൾ മനസ്സിലാക്കി വെക്കാറുണ്ട്. നമ്മളുടെ കുടുംബത്തിനോ മക്കൾക്കോ നമുക്ക് തന്നെയുമോ ഹറാമ് നമ്മളുടെ ഭക്ഷണത്തിൽ കലരുന്ന അല്ലെങ്കിൽ ഹറാമ് തന്നെ ഭക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കർമ്മങ്ങളെയും നിലപാടുകളെയും നമ്മളുടെ സ്വഭാവ പെരുമാറ്റങ്ങളെയും ഒക്കെ അത് ബാധിക്കും. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. പലിശ തിന്നുന്നതിന്റെ സ്വഭാവപരമായ ഒരു വൈകൃതം തീർച്ചയായിട്ടും പേറും എന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ളവരുടെ ഹക്ക് പിടിച്ചു പറിച്ച് അനർഹമായി നമ്മളുടേതാക്കി മാറ്റിയിട്ട് അതാണ് നമ്മളുടെ വരുമാന സ്രോതസ്സായി മാറുന്നതെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ഭക്ഷണം ഉൾപ്പെടെയുള്ള സംഗതികളൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ദുഷിപ്പിക്കും. സ്വഭാവപരമായി അതുപോലെ നമ്മുടെ നിലപാടുകളിൽ ഒക്കെ തന്നെ അത് വലിയ വൈകൃതവും വൈകല്യവും സൃഷ്ടിക്കും. അപ്പോൾ വളരെ കരുതൽ വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഭക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കണം, ഹലാലായിരിക്കണം, നമുക്ക് അർഹതപ്പെട്ടതായിരിക്കണം എന്നതൊക്കെ. അപ്പൊ ആരെങ്കിലും വ്യത്യസ്തമായ അല്ലെങ്കിൽ വളരെ അതൃപ്തികരമായ എന്തെങ്കിലും ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്റെ വരുമാന മാർഗത്തിലെ ഹറാമുകൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നത് നല്ലതാണ്. പലിശ അടങ്ങിയിട്ടുണ്ടാവാം, മറ്റുള്ളവരുടെ ഹക്ക് നമ്മളുടേതായി നമ്മൾ ഭുജിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു പറിച്ച് നമ്മളുടേതാക്കി ഉപയോഗപ്പെടുത്തുന്നുണ്ടാകാം. അങ്ങനെയുള്ള തെറ്റായ മാർഗങ്ങളിലൂടെ പലതും നമ്മളുടേതായി മാറിയിട്ട് അത് നമ്മളുടെ ഭക്ഷണമായി മാറുന്നുണ്ടാകാം. അതിന്റെ ഒരു ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു സൂചന നമുക്ക് ഈ ആയത്തിൽ നിന്ന് കാണാൻ കഴിയും. പ്രവാചകന്മാരോട് അള്ളാഹുവിടെ നൽകുന്ന നിർദ്ദേശം അത് ഒരാളോടല്ല, എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ ഘട്ടങ്ങളിൽ, അവരുടെ കാലഘട്ടങ്ങളിൽ അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശമാണിത്. കുലൂ മിന ത്വയ്യിബാത്തി വഅമലൂ സ്വാലിഹ, നല്ലത് തിന്നുക, നന്മ പ്രവർത്തിക്കുക. നല്ലത് തിന്നണമെങ്കിൽ നല്ലതായ രീതിയിൽ അത് ആർജിച്ചിരിക്കണം, അനുവദനീയമാകണം, അതുപോലെ ഗുണകരമായതാവുകയും വേണം. അപ്പൊ ഹലാലായത് തിന്ന് നന്മ പ്രവർത്തിക്കാനാണ് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. സുഹൃതം, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. ഒന്ന് ഈമാനാണ്, രണ്ടാമത്തത് അഅ്മാലു സ്വാലിഹാത്താണ്. അഅ്മാലു സ്വാലിഹാത്ത് സത്യവിശ്വാസത്തിൽ അതിന്റെ അടിത്തറയിൽ ഉയർത്തപ്പെടുന്ന ഒരു സൗധമാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത്. അടിത്തറയില്ലാത്ത കർമ്മങ്ങളല്ല. അള്ളാഹുവിലും പാരത്രിക ജീവിതത്തിലും അവന്റെ ദൂതന്മാരിലും ഒക്കെ വിശ്വാസമുള്ള ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഒരാൾ തന്റെ കർമ്മമണ്ഡലം നിർണയിക്കേണ്ടതും നിശ്ചയിക്കേണ്ടതും ഒക്കെ. ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ പുണ്യമായി മാറുന്നത്, ഫലവത്തായതായി പ്രതിഫലാർഹമായി മാറുന്നത് വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങളാവുമ്പോഴാണ്. അപ്പോ അള്ളാഹു തന്റെ ദൂതന്മാർക്ക് പൊതുവായി പഠിപ്പിച്ച ഒരു തത്വം തന്നെ ഇവിടെ കുലൂ മിന ത്വയ്യിബാത്തി വഅമലൂ സ്വാലിഹ എന്നതാണ്. അതിലൊരു രഹസ്യം നമുക്കായിട്ട് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നല്ലത് തിന്നോളൂ, അപ്പോഴേ നല്ലത് ചെയ്യാൻ കഴിയൂ. നന്മ ചെയ്യുന്നവരായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് ഭക്ഷിക്കുന്നവരാകണം. മക്കള് നല്ല സുഹൃതവാന്മാരാകണം. അവര് വാർദ്ധക്യത്തില് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന നല്ല മക്കളാകണം, സ്വാലിഹായ മക്കളാകണം
എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരുടെ വയറ്റിലേക്ക് ഹറാമ് കലർന്ന ഭക്ഷണം എത്താൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അക്കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ മക്കൾ നല്ലവരാകണം എന്ന് പ്രതീക്ഷിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നതിന് അർത്ഥമില്ല. മക്കൾ ദുർനടപ്പുകാരാവുകയോ നന്ദി കെട്ടവരാവുകയോ മാതാപിതാക്കളോട് റുഖൂഖ് എന്ന ഏറ്റവും വലിയ പാപം, അനുസരണക്കേട്, മാതാപിതാക്കളോട് കാണിക്കുന്ന നന്ദികേട്, അനുസരണക്കേടൊക്കെയാണ് റുഖൂഖ്. അത് ചെയ്യുന്നവരായി മാറുമ്പോ അതില് വിലപിക്കുന്ന, പ്രയാസപ്പെടുന്ന, അതിലാകെ അന്താളിച്ചു പോകുന്ന പലരും ഉണ്ട്. അവര് പലപ്പോഴും അവരുടെ ശൈശവത്തിലോ ബാല്യത്തിലോ മക്കളുടെ ദേഹത്തില് ഹെറാമ് കലരരുത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകാത്തവരാവാൻ വലിയ സാധ്യതയുണ്ട്. എല്ലാവരുടെയും കാര്യം അങ്ങനെയാണെന്ന് പറയില്ല, പക്ഷെ വലിയ സാധ്യതയുണ്ട്. അപ്പൊ ഹലാല് തിന്നുകയും ഹലാലും തൊയ്യിബുമായത് ഭക്ഷിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുക എന്നത് ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായിട്ട് തന്നെ സത്യവിശ്വാസികൾ കാണേണ്ടതുണ്ട്. അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയ നിർദ്ദേശം അതെല്ലാവർക്കും ബാധകമായതാണ്. യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹ. ഈ ഒരു ആയത്തിനെ ചിലര് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വിശദീകരിക്കാറുണ്ട്. ഇവിടെ യാ അയ്യുഹർ റുസുലു എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വരുന്ന പ്രവാചകന്മാരെ പൊതുവായിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. നേരത്തെയുള്ള പ്രവാചകന്മാരുടെ കാര്യമൊക്കെ ഇവിടെ ഇതിനകം പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നിട്ട് അതിനുശേഷം ഇവിടെ ഇപ്പോ മക്കയിലെ ആളുകളെ അഭിസംബോധന ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അദ്ദേഹത്തിനെ തുടർന്ന് പിന്നെ വരാനിരിക്കുന്ന പ്രവാചകന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് എന്ന വിധത്തിൽ ചിലര് ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അത് അവരുടെ ഈ ആയത്തിനെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണം മാത്രമാണ് എന്നതാണ് വസ്തുത. യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹ ഇന്നി ബിമാ തഅമലൂന അലീം. നിശ്ചയമായിട്ടും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കൃത്യമായി അറിയുന്നവനാണ് നാം, അല്ലെങ്കിൽ ഞാൻ. നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ തന്നെയും നന്നായി ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾക്കൊരു നിരീക്ഷകനില്ലാത്ത വിധത്തിലല്ല നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നല്ലതാണോ ഭക്ഷിക്കുന്നത്, നല്ല കർമ്മങ്ങളാണോ അനുഷ്ഠിക്കുന്നത് എന്നതൊക്കെയും തന്നെ ഞാൻ അറിയുന്നുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം അള്ളാഹു പ്രവാചകന്മാരുടെ മുഴുവൻ സമൂഹങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടൊരു കാര്യം പറയുകയാണ് തുടർന്നുള്ള ആയത്തുകളിൽ. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ. നിങ്ങളുടെ ഈ സമുദായമുണ്ടല്ലോ, അത് ഒരൊറ്റ സമുദായമാണ്. അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ റബ്ബ്. ഫത്തഖൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായിട്ട് ജീവിക്കുക. അള്ളാഹുവിന്റെ നിർദ്ദേശം മാനവതയ്ക്ക് ഒന്നായിട്ടുള്ളതാണ്. ഇവിടെ എല്ലാ പ്രവാചകന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു നല്ലത് ഭക്ഷിക്കുവാനും നല്ല കർമ്മങ്ങൾ ചെയ്യുവാനും നിർദ്ദേശിച്ചതിന് ശേഷം പറയുന്നത്, ഒരുപാട് പ്രവാചകന്മാരെ ഇവിടെ പരാമർശിക്കപ്പെട്ടുവല്ലോ, അവരുടെയൊക്കെ സമൂഹങ്ങളും പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നവരായി നിലകൊള്ളുന്നുണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ്. ഈ സന്ദേശവുമായിട്ട് കടന്നു വന്ന പ്രവാചകന്മാരുടെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന സമൂഹങ്ങൾ ഒരുപാട് വ്യത്യസ്ത സമൂഹങ്ങളല്ല, ഒരൊറ്റ സമുദായമാണ്. ഒരൊറ്റ സമുദായമാണ് മനുഷ്യകുലം എന്ന് പറയുന്നത്. അതിൽ തെറിച്ചു പോയ ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ. അത് അള്ളാഹുവിന്റെ ഏകത്വത്തെ തള്ളിക്കളയുകയും പ്രവാചകന്മാരുടെ സന്ദേശം ഉൾക്കൊള്ളാതിരിക്കുകയും പാരത്രിക ജീവിതത്തെ നിഷേധിക്കുകയും ചെയ്ത ആളുകൾ മാത്രമാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊണ്ട് അവന്റെ ദൂതന്മാരെ അംഗീകരിച്ച് പാരത്രിക ജീവിതത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന
മുഴുവൻ മനുഷ്യരും അവരേത് കാലഘട്ടത്തിൽ ഏത് പ്രവാചകന്റെ വിളി കേട്ടുകൊണ്ടാണ് സത്യമാർഗത്തിലേക്ക് വന്നിട്ടുള്ളത് എങ്കിലും ഏത് വ്യത്യസ്തമായ പേരുകളിലാണ് അവർ അറിയപ്പെടുന്നതെങ്കിലും അവരൊക്കെയും തന്നെ ഒരൊറ്റ ഉമ്മത്താണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ. അതുകൊണ്ടാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം നിർവഹിക്കപ്പെടുന്ന ഈ സന്ദർഭത്തില് പൂർവികരായ സകല പ്രവാചകന്മാരെയും പരാമർശിച്ചുകൊണ്ട് ഈ ദൗത്യ നിർവഹണത്തിന്റെ സന്ദേശം മനുഷ്യ രാശിയുടെ മുന്നിൽ, മാനവതയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരല്ല. മൂസ അലൈഹിസ്ലാമിന്റെയും ഈസ അലൈഹിസ്ലാമിന്റെയും പാതയിൽ നിന്ന് വ്യതിചലിച്ചവരല്ല. പൂർവികരായ പ്രവാചകന്മാരായ നൂഹ് അലൈഹിസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ കാലശേഷം വിവിധ സമൂഹങ്ങളിലേക്ക് വന്നിട്ടുള്ള ഹൂദ്, സ്വാലിഹ് പോലെയുള്ള പ്രവാചകന്മാരുടെയും മാർഗത്തിൽ നിന്ന് മാറി നടക്കുന്നവരല്ല നിങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പുതിയ ഒരു സന്ദേശമല്ല. പൂർവികരായ സകല പ്രവാചകന്മാരും കൊണ്ടുവന്ന, അവര് സമൂഹത്തെ പഠിപ്പിച്ച അതേ കാര്യം തന്നെയാണ് ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ളതും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതും. അതുകൊണ്ട് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, നിശ്ചയമായിട്ടും നിങ്ങളുടെ ഈ സമുദായമുണ്ടല്ലോ, ഈ സമൂഹമുണ്ടല്ലോ, അത് ഒരൊറ്റ സമുദായമാണ്. അതിനൊരു വേർതിരിവൊന്നുമില്ല. ഏതൊക്കെ കാലഘട്ടങ്ങളിൽ ആരൊക്കെയാണ് പ്രവാചകന്മാരെ പിന്തുടർന്നുകൊണ്ട് സത്യമാർഗത്തിൽ നിലക്കൊണ്ടിട്ടുള്ളത്, അവരൊക്കെയും തന്നെ മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിന് സമർപ്പിച്ച ആളുകളാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ മിൻ ഖബ്ലു വഫീ ഹാദ. അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന പേര് മുസ്ലിമീങ്ങൾ എന്നാണ്. നേരത്തെ വിളിച്ച പേരതാണ്, ഇപ്പോഴും അത് തന്നെയാണ്. ഈ വേദഗ്രന്ഥത്തിലും പൂർവിക വേദഗ്രന്ഥങ്ങളിലും ഒക്കെ തന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്ന പേര് മുസ്ലിമീങ്ങൾ എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അനുയായികളുടെ ഐഡന്റിറ്റി മുസ്ലിങ്ങൾ എന്നതാണ്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ അനുയായികളുടെ ഐഡന്റിറ്റി മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ്. ഈസ അലൈഹി ഇസ്ലാമിന്റെയും മൂസ അലൈഹി ഇസ്ലാമിന്റെയും അനുയായികളുടെ മേൽവിലാസം മുസ്ലിങ്ങൾ എന്ന് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ചേരുന്നതാണ് ഈ ഉമ്മത്ത്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ വ അന റബ്ബുക്കും. അതാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഒരുമിപ്പിക്കുന്ന ഘടകം. ഞാനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങളൊക്കെയും എന്റെ ഇബാദുകളാണ്, നിങ്ങളൊക്കെയും തന്നെ ഈ ഒരൊറ്റ സമുദായത്തിന്റെ ഭാഗമാണ്. ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ, നിങ്ങളുടെ സംരക്ഷകൻ, നിങ്ങളുടെ റബ്ബ്. ഫത്തഖൂൻ, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പാട് കാണിക്കേണ്ടത്, ഭക്തി കാണിക്കേണ്ടത്, സൂക്ഷ്മത കാണിക്കേണ്ടത് ഒക്കെ തന്നെ എന്നെയാണ്, എന്നോടാണ് നിങ്ങൾ തഖ്വ കാണിക്കേണ്ടത്, വേറെ ആരോടുമില്ല. ഒരു പ്രവാചകനും മറ്റൊരു സന്ദേശം പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ തഖ്വ കാണിക്കേണ്ടത് എന്നെ മുൻനിർത്തിയാണ്, എന്നോടാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ, അള്ളാഹു വെറുക്കുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ വല്ലതും കഴിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തന്നെ. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പും നിങ്ങൾ നിർണയിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള തഖ്വയുടെ മാനദണ്ഡത്തിലാണ്. പൂർവിക പ്രവാചകന്മാരുടെ അനുയായികൾ ചെയ്തിട്ടുള്ളത് അതാണ്. ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ചെയ്യേണ്ടതും അത് തന്നെയാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ വ അന റബ്ബുക്കും ഫത്തഖൂൻ. ഇതാണ് വല്ലാത്തൊരു ആശയ സമ്പുഷ്ടത ഉള്ള ഒരു വാചകമാണ്. നിശ്ചയമായിട്ടും നിങ്ങളുടെ ഈ സമുദായം അതൊരൊറ്റ സമുദായമാണ്. നിങ്ങളുടെ ഒക്കെയും നാഥൻ ഞാനാണ് താനും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കേണ്ടത് എന്നെയാണ് താനും. ഇതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ നൂഹ് നബിയുടെ അനുയായികളാവാം, മൂസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളാവാം, അതിനു മുമ്പ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ പിൻപറ്റിയവരാകാം, ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുന്നവരാകാം.
പക്ഷെ നിങ്ങൾ എല്ലാവരും എന്റെ ദാസന്മാരാണ്, എന്റെ ഇബാദുകളാണ്, എന്നോടാണ് നിങ്ങൾ തഖ്വ കാണിക്കുകയും ചെയ്യേണ്ടത്. ഇതാണ് ഈ ആയത്ത് പകർന്നു നൽകുന്ന സന്ദേശം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.